മധ്യപൂർവേഷ്യയിൽ പുതിയ ആയുധ മത്സരത്തിനുള്ള വഴി തുറക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സൗദി അറേബ്യയ്ക്ക് വഴിയൊരുക്കുന്ന കരാറിന് ട്രംപ് ഭരണകൂടത്തിന്റെ അംഗീകാരം ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ ആശങ്ക പരത്തുന്നു. ഇത് സമാധാനപരമായ ആണവോർജ്ജ പദ്ധതിയോ അതോ ഭാവിയിലെ ആണവായുധ മത്സരത്തിന്റെ തുടക്കമോ? സിവിലിയൻ ആണവ പദ്ധതിയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി വികസിപ്പിക്കാൻ സൗദി അറേബ്യയ്ക്ക് സഹായകരമാകുന്ന കരാറിനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നാണ് സൂചന ലഭിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കൻ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഊർജ്ജാവശ്യങ്ങൾക്കായുള്ള പദ്ധതി എന്നാണ് വിശദീകരണമെങ്കിലും ഭാവിയിൽ ഇത് ആയുധ നിർമ്മാണ ശേഷിയിലേക്ക് വഴി തുറക്കുമോ എന്നാണ് ആശങ്ക ഉയരുന്നത്. ആണവവിദഗ്ധരടക്കം ഇതിലെ ആശങ്ക പങ്കുവയ്ക്കുന്നു. സൗദി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ അംഗരാജ്യമാണെങ്കിലും കൂടുതൽ കർശനമായ നിരീക്ഷണ വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്കിടയിൽ സൗദിയുടെ നീക്കം പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാന ചർച്ചകൾക്ക് കൂടുതൽ ചൂടേൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.